ഭിത്തിയിൽ നല്ല ചിത്രപ്പണികളൊക്കെ ഉണ്ട്. നമ്മൾ ജിങ്കിൾ ബെൽസ് കുട്ടികൾക്ക് വേണ്ടി. ഞാനൊന്നും ഈ പിയാനോ എന്ന് പറഞ്ഞ സാധനം ഇത് ഞാൻ വെറുതെ വാങ്ങിച്ചതാണ്. ഞാനൊന്നും പഠിച്ചിട്ടില്ല, എനിക്കിതൊന്നുമേ അറിഞ്ഞൂടാ. ഈ സംഭവം ഞാൻ ഏതാണ്ട് ഒരു 3-4 വർഷം മുമ്പ് ഒരാവശ്യമില്ലാതെ ഡെലിവറി കഴിഞ്ഞിരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ച് നോക്കാൻ പറഞ്ഞ് വാങ്ങിച്ച് പൊതിഞ്ഞ് വെച്ചിട്ട് പിന്നെ എടുക്കുന്നത് കഴിഞ്ഞ വർഷം കണ്ട പുറത്തെടുക്കുന്നത്. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ യൂട്യൂബ് നോക്കി ചുമ്മാ നോക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ല, കാരണം ഇത് കാണാതെ പഠിച്ചു വെച്ചേക്കുവാണല്ലോ. ഓരോ ഇങ്ങനെ ഇതിനകത്ത് എത്രാമത്തെ നമുക്കുള്ളത് യൂട്യൂബ് നോക്കിയിട്ട് അങ്ങനെ പഠിച്ചു വെച്ചു. അങ്ങനെ ഞാനിപ്പോൾ എനിക്ക് ജിങ്കിൾ ബെൽസ് അന്ന് നല്ലോണം അറിയായിരുന്നു. ഇപ്പം എനിക്കൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ ഇപ്പം യൂട്യൂബിൽ നോക്കിയിട്ട് പഠിച്ചിട്ട് വന്നാൽ ഞാൻ കാണിച്ചു തരാം. അപ്പം എങ്ങനെയാണ് പഠിച്ചല്ലോ, ഈസിയാണിത്. ഞാൻ ഇങ്ങനെ ഈ ഒരു ഏകദേശം സ്ഥലം നോക്കും യൂട്യൂബിൽ അവർ ഇവിടെ കിട്ടുന്നുണ്ട്. ഈ 3-2 വെച്ചാണ് എല്ലാം കിടക്കുന്നത്. പിന്നെ വേറെന്തോ ശബ്ദം, അതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മറ്റേതുമായിട്ട് ഇത് വേറൊരു ഇതാണ്. അതിനകത്ത് കിടന്നത് വെച്ചിട്ടാണ് ഞാൻ നോക്കിയപ്പോൾ ഏകദേശം മാച്ചിങ് ആയിരുന്നു. അപ്പം ഞാൻ ഇതെത്താം. അപ്പം ഞാൻ അത് ഫുൾ ഒന്നുകൂടെ കേൾപ്പിച്ചേ. അയ്യോ അല്ല, തെറ്റിപ്പോയി. ഇപ്പുറത്താ. അയ്യോ അല്ല, ഇത് തന്നെ. ഇങ്ങനെ കാണാതെ പഠിച്ചാലുള്ള കുഴപ്പം, രണ്ടാമത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടത്തില്ല, മറന്നു. നമ്മൾ നോക്കട്ടെ. ലാസ്റ്റ് വേറെന്തോ ഉണ്ടായിരുന്നല്ലോ. ഇതാർക്ക് വേണമെങ്കിലും പഠിക്കാം, പക്ഷേ ഇത് പഠിക്കേണ്ട രീതിയിൽ പോയി പഠിച്ചാൽ ഇത് മനസ്സിലാക്കും. ഇതിൻ്റെ ആ ഒരു എന്തൊക്കെയോ GC എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ എഴുതിയിടും, അതെനിക്ക് അറിഞ്ഞുകൂടല്ലോ. അത് പഠിക്കുവാണെങ്കിൽ പഠിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇതുപോലെ ജനഗണമന ചെയ്തിട്ടുണ്ടായിരുന്നു പഠിച്ച് യൂട്യൂബ് നോക്കി. ഇപ്പം എനിക്കത് ഓർമ്മയില്ല. പിന്നെ കൺമണി അൻപോട് കാതലൻ അതും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇതിനകത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റയിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ ചുമ്മാ ഒരു ടൈം പാസ് ചുമ്മാ നോക്കി നമ്മൾ ഒരു കാര്യം ഇങ്ങനെ യൂട്യൂബ് നോക്കി നമ്മളിങ്ങനെ തന്നെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മനിർവൃത്തിക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. അടുത്ത ദിവസം വേറെ എന്തെങ്കിലും പഠിച്ചിട്ട് ചെയ്യാം. ആരെങ്കിലും പഠിക്കുന്നെങ്കിൽ നോക്കിക്കോട്ടോ. പഠിക്കണമെങ്കിൽ എന്തെങ്കിലും പഠിക്കണ്ട, യൂട്യൂബ് പഠിച്ചിട്ട് ഞാൻ കഴിക്കുന്നവരൊന്ന് ചെയ്ത് നോക്കാം. ശരി.